ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് കവിത ചൊല്ലാനല്ല. വെറുതെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനാണ്. ആദ്യമേ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന വഴിയെപ്പറ്റി പറയാം. 2014 ഫേസ്ബുക്ക് ഗ്രൂപ്പായ ഞാനെടുത്ത ഫോട്ടോകൾ എന്ന ഫോട്ടോഗ്രാഫി ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ആയത്. തുടക്കകാലത്ത് അതിൽ വന്നിരുന്ന ചില മനോഹരമായ ഫോട്ടോകൾ കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. എന്നാൽ എനിക്കും ഇതുപോലെയുള്ള ചില ചിത്രങ്ങൾ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ള ഒരു ആശയം തലയിൽ ഉദിക്കുന്നത്. പക്ഷേ മൊബൈൽ ഫോൺ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ മൊബൈലിൽ ചിത്രങ്ങളെടുത്ത് അത് ഗ്രൂപ്പുകളിലേക്കും അങ്ങനെ നമ്മുടെ പ്രൊഫൈലിലും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2017 തോന്നുന്നു, ഞാൻ നിക്കോണിൻ്റെ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ വാങ്ങിയത്. നിക്കോൺ S. അപ്പോൾ അതിൽ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. അത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലത്തെ ക്വാളിറ്റിയിൽ ചിത്രങ്ങൾ എടുക്കാൻ സാധിച്ചില്ല അതിൽ. എന്നിരുന്നാലും ഒരുപാട് ചിത്രങ്ങൾ അതിലെടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇതിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഫോട്ടോകൾ ഗ്രൂപ്പുകളിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ എടുക്കണമല്ലോ. അപ്പം ഫോട്ടോകൾ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെറിയ ചെറിയ യാത്രകൾ ആരംഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു 100-150 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ചില സ്ഥലങ്ങൾ, അതും ഒരു ദിവസം കൊണ്ട് പോയി വരാൻ എന്ന രീതിയിൽ പോയി അവിടെ നിന്ന് കുറച്ച് ചിത്രങ്ങളെടുത്ത് വരിക എന്നുള്ളൊരു രീതി അവലംബിച്ചത് അങ്ങനെയാണ്. അപ്പോൾ
ರಂಗನತಿಟ್ಟು, ಶ್ರಾವಣ ಬೆಳಗೊಳ, പിന്നെ ജോഗ് ഫാൾസ് ഒക്കെ പോയപ്പോൾ ചില ചുരുക്കം മനോഹരമായ ഫ്രെയിമുകൾ എനിക്കും കിട്ടി. അത് ചില ഗ്രൂപ്പുകളിലും അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലും ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു പേര് ഉണ്ടാക്കിയെടുക്കുവാൻ അത്തരം ചിത്രങ്ങൾ സഹായിച്ചു. പിന്നീട് ഈ ഫോട്ടോഗ്രാഫി കുറച്ചുകൂടി വിപുലപ്പെടുത്തുവാനുള്ള ആഗ്രഹവുമായിട്ടാണ് കാനോണിൻ്റെ 1500D എന്ന ക്യാമറ, അത് കിറ്റ് ലെൻസ് മാത്രം വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വന്നതിൽ പിന്നെ കുറച്ച് യാത്രകളും കൂടി. അങ്ങനെയാണ് ഹംപിയിലൊക്കെ പോയി ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നത്. ഈ ഹംപിയിലെല്ലാം പോയ ആ ചെറിയ കാലയളവിലാണ് കുറച്ചുകൂടി മനോഹരമായ ഫ്രെയിമുകൾ കിട്ടിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ പോയ സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും സന്തോഷമുണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതിൽ പിന്നെ ആവുന്നതും 1-2 മാസങ്ങൾക്കിടയിൽ ഒരു ചെറിയ യാത്ര പോവുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനെത്തി. എങ്കിലും എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, ഒരു കടയാണ്. രാവിലെ മുതലേ തുടങ്ങുന്ന പരിപാടിയാണ്. ഒരു 6 മണിക്ക് ഒക്കെ തുടങ്ങുന്ന പരിപാടിയാണ്. 10 മണി, രാത്രി 10 മണി വരെ കട ഉണ്ടാവും. അപ്പോൾ ഡെയിലി നമ്മൾ തുറന്നിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉത്സവങ്ങളും ഇതൊക്കെ വരുമ്പോൾ ഉത്സവ പിറ്റേന്നൊക്കെ കുറച്ച് കച്ചവടം കുറയുന്ന ഒരു സമയമുണ്ടാവും. അങ്ങനത്തെ സമയം നോക്കി മുൻപേ പ്ലാൻ ചെയ്ത് ചില യാത്രകൾ നടപ്പിലാക്കും. അധികം പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ചിത്രങ്ങൾ കണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞെങ്കിൽ എനിക്ക് അതുമാത്രം മതി. എല്ലാവർക്കും നന്ദി.